ബഹുമാനപ്പെട്ട നല്ലവരായിട്ടുള്ള കുറ്റിച്ചൽ ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ നല്ലവരായ നാട്ടുകാരെ, അതേപോലെ തന്നെ കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ പാറക്കോറിക്കെതിരെ ഐതിഹാസികമായി സമരം നടത്തിയ ഈ നാട്ടിലെ സമരസമിതി അംഗങ്ങളെ, നമുക്കറിയാം കഴിഞ്ഞ 31 ദിവസമായി കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ, അതേപോലെ ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട കാര്യമാണ് പാറക്കോറിയിൽ പുതിയ ക്രഷർ യൂണിറ്റ് കൊണ്ടുവന്ന ഒരു സംഭവം. ഈ നാട്ടിനെ ആകെ ബാധിക്കുന്ന, കുറ്റിച്ചൽ ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം 15 കിലോമീറ്ററോളം ബാധിക്കുന്ന ഈ മഹാദുരന്തത്തെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, 2 ഗ്രാമപഞ്ചായത്തും, കുറ്റിച്ചലും ആര്യനാട് ഗ്രാമപഞ്ചായത്തുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ സമരം നമുക്കിന്ന് വിജയത്തിലേക്ക് പോകുന്നത്. ഈ 31 ദിവസം കൂടിയ സമരത്തിൽ കഴിഞ്ഞ 30ഓളം ദിവസം പാറക്കോറി പൂട്ടി ഇട്ടുകൊണ്ട് തന്നെ ഒരു ലോഡ് വാഹനം പോലും, പാറ പോലും പുറത്തു പോകാതെ ഈ നാട്ടിലെ ജനങ്ങൾ ശക്തമായ സമരത്തിൽ വന്നതുകൊണ്ടാണ് ഈ നാട് കഴിഞ്ഞ 3 വർഷമായി അനുഭവിക്കുന്ന മഹാദുരന്തത്തോടു കൂടി തന്നെ വീണ്ടും ക്രഷർ യൂണിറ്റും കൂടെ വന്നാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം എന്തുമാത്രം ദുരന്തപൂർണ്ണമാവുന്ന ബോധ്യപ്പെട്ട സ്ഥിതിക്കാണ് ഈ നാട്ടിലെ ആബാലവൃദ്ധ ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ ഈ സമരസമിതിയുടെ കീഴിലും പഞ്ചായത്തിലും അണിനിരന്നുകൊണ്ട് പാറക്കോറിക്കെതിരെയും അതേപോലെ തന്നെ മാനേജ്മെൻറ്റിനെതിരെയും സമരം നടത്തിയത്. ആ സമരത്തിൻ്റെ ഭാഗമായി ജനകീയ ശക്തിക്ക് മുന്നിൽ പാറക്കോറി മാനേജ്മെൻറ്റും പള്ളിയും ചർച്ചയ്ക്ക് വരികയും ആ ചർച്ചയുടെ ഇന്നലെ നടന്ന കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയ ചർച്ചയിൽ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള, സമരസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ള 90% ആവശ്യങ്ങളും പാറക്കോറി മാനേജ്മെൻറ്റ് സമ്മതിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിലയിൽ ഈ ക്രഷർ യൂണിറ്റ് ഇവിടെ കൊണ്ടുവരില്ല എന്നുള്ളതാണ്. ഈ നാട്ടിലെ കൊണ്ടുവരില്ല എന്നുള്ള കാര്യം അത് പള്ളി ഭാരവാഹികളും അതേപോലെ തന്നെ ഈ ക്രഷർ യൂണിറ്റിൻ്റെ മാനേജ്മെൻറ്റും പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം, ഈ IRC റൂള് പ്രകാരവും ഓവർലോഡ് പാടില്ല എന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുണ്ട്. അത് പാറക്കോറി പോയ കേസിന്മേൽ കിട്ടിയ വിധിയാണ് നമുക്ക് അനുകൂലമായി മാറിയിട്ടുള്ള വിധി. ആ വിധി പ്രകാരമുള്ള ലോഡ് ഇവിടെ കൊണ്ടുപോകാനുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മറ്റൊന്നെന്ന് പറയുമ്പോൾ, ഈ നാട്ടിൽ മറ്റുള്ള ജനങ്ങൾ സഞ്ചരിക്കാൻ കഴിയാത്ത ഇടുങ്ങിയ റോട്ടിൽ കൂടെ അപകടകരമായും വളരെ ഭീതി ജനിപ്പിച്ച് കൊണ്ടുപോകുന്ന 12 വീലുള്ള ലോറികൾ ഇവിടെ പാറക്കോറിയിൽ പാറയെടുക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അതും മാനേജ്മെൻറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് പഞ്ചായത്തിൻ്റെ എല്ലാ റിക്വസ്റ്റ് പ്രകാരം കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഒത്തിരി വീടുകൾ, ഭവന നിർമ്മാണത്തിന് വീടുകൾക്ക് വേണ്ടി പാറ ആവശ്യമുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പാറ ആവശ്യമുണ്ട്. പല മേഖലയും സ്തംഭിച്ചതുകൊണ്ടാണ് പഞ്ചായത്തും പിന്നെ ബഹുമാനപ്പെട്ട ഈ സമരസമിതി ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തത്. അത് വരുന്ന ലോഡ് എന്ന് പറയുന്നത് ഈ പിന്നെ മട്ടം മാത്രം, അതിൻ്റെ ലിൻഡിൽ അതിൻ്റെ ബോഡി മട്ടം മാത്രം ലോഡ് കൊണ്ടുപോയാൽ മതി എന്നൊരു കാര്യം ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രകാരമുള്ള ആ എല്ലാ തീരുമാനവും തന്നെ പാറക്കോറി മാനേജ്മെൻറ്റും ചർച്ചയും അംഗീകരിച്ചുകൊണ്ടാണ് ഈ സമരം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഇന്ന് ഇത് വിശദീകരിച്ചുകൊണ്ട് ഒരു പൊതുയോഗം ഇന്ന് വിളിക്കാൻ തീരുമാനിച്ചെങ്കിലും ശക്തമായ മഴ കാരണം അത് മാറ്റിയതുകൊണ്ടാണ് അടിയന്തരമായി ഇങ്ങനെ ഒരു ലൈവിലേക്ക് ഞങ്ങൾ വരുന്നത്. 2 ദിവസത്തിന് തന്നെ പൊതുജനങ്ങൾ വിളിച്ചുകൂട്ടി ഈ സമരസമിതി എടുത്ത തീരുമാനങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതാണ്. എന്തായാലും ഇതുവരെ നടത്തിയ സാഹസികമായ ഈ സമരത്തിൽ പങ്കെടുത്ത ഈ നാട്ടിലെ മുഴുവൻ ആബാലവൃദ്ധ ജനങ്ങൾ, കുടുംബശ്രീ, രാഷ്ട്രീയ പൊതുപ്രവർത്തകർ എല്ലാവർക്കും ഈ നിമിഷം വളരെയധികം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുകയാണ്. ഈ സമരം നമ്മൾ അവസാനിച്ചിട്ടില്ല. ഈ പാറക്കോറി പൂട്ടുന്നത് വരെയും ഈ സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. തൽക്കാലം ഉള്ള ഒരു നമ്മുടെ ക്രഷർ യൂണിറ്റ് കൊണ്ടുവരില്ല എന്നുള്ള ഒറ്റ ആ വിജയത്തിൻ്റെ ആ വാക്കിൻ്റെ പുറത്താണ് സമരം താൽക്കാലികമായി നമ്മൾ അവസാനിക്കുന്നെങ്കിലും ഈ പാറക്കോറി പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട സമരത്തിന് മുന്നോട്ട് പോകും. ഇതുവരെയും സഹകരിച്ച മുഴുവൻ ജനങ്ങളുടെയും ശക്തമായ സപ്പോർട്ടാണ് നമ്മുടെ ഈ വിജയത്തിന് പിന്നിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിയന്തരമായിട്ട് തന്നെ അതേപോലെ തന്നെ പാറ കൊണ്ടുപോകുന്ന ടൈം നേരത്തെ 4:45 മണിക്ക് സമയത്താണ് പാറയെന്ന് വാഹനങ്ങൾ ഈ ഉറങ്ങാൻ പോലും കഴി കൊണ്ടുപോകുന്നത്. അത് 6 മണി to 6 മണി ആക്കിയിട്ടുണ്ട്, കൊണ്ടുവന്ന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു കാര്യം നടത്തിയിട്ടുള്ളത്. എന്തായാലും 2-3 ദിവസത്തിൽ അതിനെ പൊതുജനങ്ങളെ വിളിച്ച് കാര്യം ബോധ്യപ്പെടുത്തുന്നതാണ്. ജനകീയ സമരസമിതി അംഗങ്ങളെ, കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ, ആര്യനാട് പഞ്ചായത്ത് ഗ്രാമസഭ അംഗങ്ങളെ, പിന്നെ നമ്മളിവിടെ സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും ഞാൻ സമരസമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.